സ്കീമിൽ ഹൈക്കോടതി വിധിക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ഇന്നിപ്പോൾ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ കോടതിയെ ഇന്ന് നിലപാട് അറിയിക്കും. അതേസമയം തന്നെ കോളേജ് ഓപ്ഷൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. രാവിലെ 11 മണിവരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ ബിന്നിലുണ്ട്. നമുക്കിപ്പം തിരുവനന്തപുരത്തെ വിവരങ്ങളുമായിട്ട് ബിനിലെ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഇന്ന് കേരള സിലബസുകാരുടെ ഹർജി കോടതിയിലുണ്ട്. അതിനൊപ്പം CBSE വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയുണ്ട്. ഇതിനൊക്കെയും പുറമെ നമ്മൾ ഉറ്റുനോക്കുന്നത് സർക്കാർ ഇവരെ പിന്തുണയ്ക്കുമോ, സർക്കാർ അപ്പീൽ നൽകുമോ എന്നുള്ളതാണ്. സർക്കാർ എന്ത് നിലപാടായിരിക്കും ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. എപ്പോഴായിരിക്കും ഈ ഹർജി കോടതിക്ക് മുന്നിൽ എത്തുക? ബിനിൽ, എന്തായിരിക്കും സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സേതു, ഗുഡ് മോർണിംഗ്. രാവിലെ 11 മണിക്ക് ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറെ ഉറ്റുനോക്കുന്നത് സേതു പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും ഈ ഒരു സർക്കാരിൻ്റെ ഈ പുതിയ ഫോർമുല തള്ളി അത് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയതുമാണ്. അതിലാണ് 15 വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇക്കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് മണിക്കൂറുകൾക്ക് മുമ്പാണ്. അതായത് ഈ റാങ്ക് പട്ടിക വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ്. അത് ശരിയായ നടപടിയല്ല എന്ന് കണ്ടെത്തിയാണ് അത്തരത്തിൽ അത് മാറ്റി പഴയ സ്കീം തന്നെ, അതായത് CBSE വിദ്യാർത്ഥികൾക്ക് അനുകൂലമായുള്ള റാങ്ക് പട്ടിക വരാനുള്ള ഒരു ആ ഫോർമുല മുന്നോട്ട് കൊണ്ടുപോകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ സംസ്ഥാന സർക്കാർ നിലപാട് ഇക്കാര്യത്തിൽ കോടതി വിധി അംഗീകരിക്കുകയാണ്. പക്ഷേ പുതിയ ഫോർമുല അതുമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അടുത്ത വർഷം അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ പറയുന്നത് സർക്കാർ ഒപ്പം നിൽക്കണം, ഈ ഹർജിയുമായി പോകുമ്പോൾ സർക്കാർ ഒപ്പം നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ അപ്പീൽ പോകുന്നുണ്ടെന്ന് ഇന്ന് അറിയിക്കണമെന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനുള്ള അവകാശം സർക്കാരിനുണ്ടോ എന്നുള്ളതാണ് സുപ്രീം കോടതി എടുത്തു ചോദിച്ച ഒരു ചോദ്യം. ഇക്കാര്യത്തിൽ ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ വിദ്യാർത്ഥികൾ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് അത് നയപരമായ തീരുമാനമാണ്, അങ്ങനെ സർക്കാരിന് അക്കാര്യത്തിൽ തീരുമാനം എടുക്കാം എന്നുള്ളതാണ് ഇന്നലെ അഭിഭാഷകൻ അവിടെ വാദിക്കുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാടായിരിക്കും ഏറ്റവും പ്രധാനം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ നിന്ന് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സംസ്ഥാന സർക്കാർ നീക്കം. പക്ഷേ അതിന് സുപ്രീം കോടതി ഏത് രീതിയിലായിരിക്കും അതിനെ കാണുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ ഉള്ളത്. അവർ റാങ്ക് പട്ടികയിൽ ആദ്യം വരികയും പിന്നീട് ഈ ഫോർമുല മാറിയപ്പോൾ പഴയ ഫോർമുലയിലേക്ക് പോയപ്പോൾ അവർ വലിയ പിന്നിലായി പോവുകയും വലിയ മാനസിക സമ്മർദ്ദത്തിൽ പോവുകയും ചെയ്ത വിദ്യാർത്ഥികളാണ്. എന്തായാലും അവർ ഈ വിഷയത്തെ ഏതായാലും പ്രധാനമായും ഉറ്റുനോക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കീമിലെ ഈ റാങ്ക് പട്ടിക അനുസരിച്ചുള്ള കോളേജിൽ ഓപ്ഷൻ നൽകാനുള്ള തീയതി, അതിൻ്റെ അവസാന ദിവസം ഇന്നാണ്. ഇന്നിപ്പോൾ രാവിലെ 11 മണിയാണ് ആ ഓപ്ഷൻ നൽകാനുള്ള അവസാന ദിവസമായിട്ടുള്ളത്. മറ്റന്നാളാണ് 18-ാം തീയതിയാണ് അതിൻ്റെ ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക. ഏതായാലും ഇക്കാര്യത്തിൽ വേഗത്തിൽ സർക്കാരിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവിയാണ്, അവർക്ക് കോളേജുകളിൽ പ്രവേശനം നേടുകയും വേണം. അതുകൊണ്ട് ഓഗസ്റ്റ് 14-ന് മുമ്പ് ഇക്കാര്യത്തിൽ ഒരു എല്ലാ നടപടിയും പൂർത്തിയാക്കാൻ തന്നെയാണ് തീരുമാനം. മറ്റൊന്ന്, ഈ ഫാർമസി വിദ്യാർത്ഥികൾക്കുള്ള അല്ലെങ്കിൽ അവരുടെ പ്രവേശനമാണ്, അത് പിന്നീട് തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സേതു, ശരി, ഓക്കെ. അപ്പോൾ രാവിലെ 11 മണിക്ക് ഇപ്പോൾ ഹർജി കോടതിയിലേക്ക് പരിഗണനയ്ക്ക് എത്തുമെന്നാണ് ബിനിലിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാവും. നേരത്തെ ഈ വിഷയമൊക്കെ വന്ന സമയത്ത് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം നിലയ്ക്ക് കോടതിയെ സമീപിക്കുമ്പോൾ ഒരു കൈവിട്ട നിലപാടൊക്കെയാണ്. ഇനിയിപ്പോൾ എന്തായിരിക്കും എടുക്കുക, എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയം സർക്കാർ എടുക്കുക എന്നുള്ളതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യവും.